സ്റ്റഡിയിങ് ഇന്ത്യ കൺസെപ്റ്റിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാംഗ്ലൂരിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒന്ന് രണ്ട് യൂണിവേഴ്സിറ്റികളും കോളേജുമാണ്. അതിൽ ആദ്യത്തെ കോളേജ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ശരിക്കും പറഞ്ഞാൽ അലയൻസ് യൂണിവേഴ്സിറ്റിയാണ്. ലഷ് ഗ്രീൻ ക്യാമ്പസ് അല്ലേ, അതിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്നൊരു ഫീലുള്ള ക്യാമ്പസ്. ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് തോന്നുന്നത് ഒരു ഓർഗനൈസ്ഡ് സെറ്റപ്പുള്ള ഒരു ക്യാമ്പസ് എന്ന രീതിയിൽ ഫീൽ ചെയ്തൊരു ക്യാമ്പസാണ് അലയൻസ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ. ആൻഡ് ക്ലൈമറ്റ് വൈസ് നമുക്കറിയാം ബാംഗ്ലൂർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മൾ പലപ്പോഴും ഇപ്പോൾ UAE നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികളെ, ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് തന്നെ നമ്മൾ കുട്ടികളെ അലയൻസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ആഫ്രിക്കയിൽ നിന്ന് പോലും നമ്മൾ കുട്ടികൾക്ക് നമ്മളിപ്പോൾ ഈ യൂണിവേഴ്സിറ്റികളെ, ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, JBH ഫ്ലാഗ്. അപ്പോൾ സാറിന് അലയൻസിനെ കുറിച്ച് എന്താണ് അറിയേണ്ടതെന്ന് ചോദിച്ചാൽ അത് നമുക്കറിയുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. അലയൻസ് യൂണിവേഴ്സിറ്റി ഈ പറഞ്ഞ ഒരു ബാംഗ്ലൂരിലത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അതെല്ലാവർക്കും അറിയാം. എനിക്ക് അറിയേണ്ട കാര്യം വെച്ചെങ്കിൽ അലയൻസ് യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും ഒരു കോഴ്സുകൾ കുറച്ചും കൂടിയൊക്കെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ BCom വിത്ത് ഫൈനാൻസ്, അല്ലെങ്കിൽ BCom വിത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്, പേഴ്സണൽ ബാങ്കിങ്, അങ്ങനെ ഈ പറഞ്ഞ എല്ലാത്തിനും നല്ല സ്പെഷ്യലൈസേഷൻ ഡീപ്പായിട്ട് പോകുന്നൊരു യൂണിവേഴ്സിറ്റിയായിട്ട് തോന്നിയിട്ടുണ്ട്. എന്താണ് അവിടുത്തെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള കോഴ്സുകൾ? യെസ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ ചെറിയ ചെറിയ സ്പെഷ്യലൈസേഷൻസിൽ ഫോക്കസ്ഡ് ആണെന്ന്. അലയൻസ് ഈസ് ഫേമസ് ഫോർ ദയർ MBA ഓർ കോമേഴ്സ് സൈഡ്. നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് അവരുടെ ഒരു മാർക്കറ്റിംഗ് ആയാലും ഫിനാൻസ് ആയാലും ഏത് സ്പെഷ്യലൈസേഷൻ ഇൻ MBA എടുത്ത് നോക്കിയാലും, BCom എടുത്ത് നോക്കിയാലും, BBA എടുത്ത് നോക്കിയാലും ഏറ്റവും ഫേമസ് ആണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ ഓൾ ഇന്ത്യയിൽ നിന്ന് തന്നെ, ഇന്ത്യക്ക് പുറത്തൊന്നും കുട്ടികൾ അലയൻസിനെ കാണുന്നത് ഒരു മാനേജ്മെൻറ്റ് BU സ്കൂൾ കൺസെപ്റ്റ്സിലാണ് ബിൽഡ് ചെയ്തു വന്നത്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ബാംഗ്ലൂർ തന്നെ ഇപ്പോൾ ഒരു 3-4 ക്യാമ്പസുകളായി തുടങ്ങി. പല മറ്റു കോളേജുകളൊക്കെ അക്വയർ ചെയ്ത് തുടങ്ങി യൂണിവേഴ്സിറ്റി. ആ സ്റ്റാറ്റസിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവരുടെ കോർ എന്ന് പറയുന്നത് എപ്പോഴും മാനേജ്മെൻറ്റ് തന്നെയാണ്. പക്ഷേ എൻജിനീയറിങ്ങിലും സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അതിലും ഈ BDES പോലെയുള്ള പ്രോഗ്രാം, ഇപ്പോൾ ഗെയിമിങ്, ഇതിൻ്റെയൊക്കെ റിയൽ സിനാരിയോയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് ബിൽഡ് ചെയ്യുന്ന, വെർച്വൽ റിയാലിറ്റികളെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്നൊരു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. ദേ ആർ സ്പെഷ്യലൈസ്ഡ് ഇൻ മാനേജ്മെൻറ്റ്. ഓക്കെ, അവരുടെ ക്രിയേറ്റീവ് സൈഡും അവരുടെ അത്യാവശ്യം നല്ലതാണ്. അവരുടെ VFXൻ്റെ ആണെങ്കിലും ഒരു ന്യൂസ് റൂം റീഡിങ്, ആ ഒരു അറ്റ്മോസ്ഫിയറും ഫിലിം മേക്കിങ്ങും അതുപോലത്തെ ആ ഒരു തരത്തിലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു സെഗ്മെൻറ്റും അവർ വളരെ സ്ട്രോങ് ആണ്. യെസ്, അതെന്ന് പറഞ്ഞാൽ മൾട്ടിമീഡിയ വിങ് ആണ് ശരിക്കും പറഞ്ഞത്. നമ്മൾ മൾട്ടിമീഡിയ, നമ്മൾ എല്ലാ കാര്യങ്ങളും ഇന്നിപ്പോൾ നമ്മൾ ഡിജിറ്റലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് പഠിക്കാൻ വരികയാണെങ്കിൽ ആ ഡിസൈനിങ് കൺസെപ്റ്റ് മുതൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കൺസെപ്റ്റ് സാറിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വെറും ഡിസൈനിങ് മാത്രം പോരാ, അതിൻ്റെ സ്ട്രാറ്റജി, അതിൻ്റെ കണ്ടൻറ്റ്, അത് എന്തൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നോ അത് ഏറ്റവും ആധുനികമായ തരത്തിൽ, ഏറ്റവും അഡ്വാൻസ്ഡ് ലെവലിൽ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്ത്, അത് എഡിറ്റ് ചെയ്ത്, അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ നടത്തി കൃത്യമായിട്ട് കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻഫ്രോഡ് കൂടിയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ക്യാമ്പസ് കൂടിയിട്ടാണ് അലയൻസ്. ഞാനും ആ കോളേജ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കോളേജാണ്. കോമ്പാക്റ്റ് ആണ്, ഭയങ്കരമായിട്ടുള്ള ഹ്യൂജ് ആയിട്ടുള്ള ക്യാമ്പസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അത്യാവശ്യം വലിയൊരു ക്യാമ്പസ് തന്നെയാണ്. എനിക്ക് തുടങ്ങി ധാരാളം സെക്യൂരിറ്റി അതിനകത്തുണ്ട്. അത് കാരണം കുട്ടികൾക്കും ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നമ്മൾ കടക്കുമ്പോൾ തന്നെ നമ്മളെയും എല്ലാവരെയും അവര് ഐഡിയ ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ ധാരാളം മറ്റ് നാഷണാലിറ്റീസിനെയും കണ്ടൊരു കോളേജായിരുന്നു അത്. അവിടെ എനിക്കാണെങ്കിൽ ഇന്ത്യ, അതായത് ഇവൻ ഒരു സൗത്ത് ഇന്ത്യൻസ് മാത്രമല്ല നോർത്ത് ഇന്ത്യൻസും ഉണ്ട്. അതിനേക്കാൾ അപ്പുറമായിട്ട് ഈ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ സ്റ്റുഡൻസും ധാരാളമായിട്ട് അവിടെ ക്യാമ്പസിൽ കാണാൻ പറ്റിയിരുന്നു. സാറിന് ഓർക്കുണ്ടോന്ന് അറിയില്ല, നമ്മളെ കൊണ്ടുപോയ ആ കുട്ടിയുടെ പേര് ഇപ്പോൾ ഓർക്കുന്നുണ്ട്, സ്പാനിഷ് ആ കുട്ടി സിറിയനായിരുന്നു. അതെ അതെ, സിറിയൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കുറേ പേര് അവിടെ വന്ന് പഠിക്കുന്നത്. സിറിയൻ കമ്മ്യൂണിറ്റി, ആഫ്രിക്കൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇതുപോലെ തന്നെ കുറേ ഒരു ഇന്റർനാഷണലി നോക്കുകയാണെങ്കിൽ ഒരു 10-25 നാഷണാലിറ്റിയിൽ അധികം കുട്ടികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസ് കൂടിയിട്ടാണ്. ഓൾ ഇന്ത്യയുടെ നമ്മുടെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും കുട്ടികൾ അവിടെയുണ്ട്. ബിക്കോസ് ദാറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സാറെ കണ്ടോന്ന് അറിയില്ല, എത്ര ഗേൾസ് ഹോസ്റ്റൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കണ്ടു, എത്ര ബോയ്സ് ഹോസ്റ്റൽ കണ്ടു, അവരുടെ ഫുഡിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ കണ്ടു, ശരിയല്ലേ? പിന്നെ ഗ്രൗണ്ട്, ഒരു ഓപ്പൺ വലിയൊരു ഓഡിറ്റോറിയം, ഇറ്റ്സ് എവറിഥിങ് ലഷ് ഗ്രീൻ ക്യാമ്പസ്. എല്ലാവർക്കും നമുക്ക് നടക്കുമ്പോൾ ഒരു
പ്രത്യേക കൂൾ തന്നെ ഫീൽ ചെയ്യും. ബാംഗ്ലൂരിൻ്റെ വേറൊരു കൂൾനെസ് ഫീൽ ചെയ്യും. അതെ അതെ. അലയൻസ് യൂണിവേഴ്സിറ്റിയുടെ ഈ പ്ലേസ്മെൻറ്റ് അവരുടെ സപ്പോർട്ട് എങ്ങനെയാണ് വരുന്നത്? അവരുടെ കൂടുതൽ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ടോ? ഇനി കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെയാണ് സാലറി റേഞ്ച് ഉണ്ടായിരിക്കുക? ഏതൊക്കെ സ്ട്രീംസിനാണ്? ഇപ്പോൾ മാനേജ്മെൻറ്റിനാണോ, എഞ്ചിനീയറിങ്ങിനാണോ, ഹെൽത്ത് കെയറിനാണോ, ഇനി അതല്ല ഈ പറയുന്ന മൾട്ടിമീഡിയ, ഈ ലെവലിലൊക്കെ അവർ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ടോ? യെസ്, നേരത്തെ ഞാൻ പറഞ്ഞു മാനേജ്മെൻറ്റ് ലെവൽ ഒരു BU സ്കൂൾ ആ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഒത്തിരി പ്ലേസ്മെൻറ്റ് നടക്കുന്നതാണ്. അതിനേക്കാൾ കൂടുതൽ നമ്മളിപ്പോൾ ഒന്ന് കാണുന്നത് അവരുടെ ഡിസൈനിങ് പാറ്റേണിലും ഗെയിമിങ്ങിലും VFXിലും അതുപോലെ തന്നെ വെർച്വൽ റിയാലിറ്റി അങ്ങനത്തുള്ള കാര്യങ്ങളിൽ അവർക്ക് ഒത്തിരി നല്ല രീതിയിൽ, അതായത് ഒരു ഇൻഡസ്ട്രിയിൽ എന്താണോ നടക്കുന്നത് അതുപോലത്തെ ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് അവർക്ക് ശരിക്കും റിയൽ പ്രോജക്ട്സിൽ കുട്ടികൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. എന്തൊരു ബ്ലൂംബർഗിന്റെ ഒരു കോൺസെപ്റ്റോടെ ലൈവ് ആയിട്ടുള്ള ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്ങും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ അത് മാനേജ്മെന്റ് സൈഡിലാണ്. അതെ. അത് നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നമുക്ക് ശരിക്കും ഒരു വെർച്വൽ റിയാലിറ്റിയിൽ തന്നെ കറക്റ്റ് അതിലെങ്ങനെയാണ് റിയൽ ലൈവായിട്ടിരുന്നിട്ട് കുട്ടികൾക്കും അത് മാനേജ്മെന്റ് സൈഡിൽ നടക്കുന്നത്. ഇപ്പുറത്ത് ഞാൻ പറഞ്ഞ ഗെയിമിംഗ് സൈഡിലായാലും ഒക്കെ തന്നെ കുട്ടികൾക്ക് ഇന്ന് നമ്മൾ ഇത് വെർച്വൽ ഇതായിട്ട് നമുക്ക് കാണുന്ന രീതിയിലുള്ള ക്ലാസ് റൂംസ്, VFX അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ ലൈവ് പ്രോജക്ട്സിലെ കുട്ടികൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ കമ്പനികൾ തന്നെ കുട്ടികളെ അബ്സോർവ് ചെയ്യുന്ന സിസ്റ്റമാണ്. അപ്പോൾ നമ്മൾ സാലറി റേഞ്ചും അതുപോലെ തന്നെയാണ് കുട്ടികൾക്ക് കിട്ടുന്നത്. നോർമലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 15 to മിനിമം 10 to 15 മിനിമത്തിൽ അവർക്ക് സാലറി പാക്കേജ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ് ടു 1 CR വരെ അവിടുന്ന് പ്ലേസ്ഡ് ആയ കുട്ടികളുണ്ട് പെർ ആനം. 1 CR എന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര ഹെവി ആയി പോയി. ഒരു 10 to 15 എന്ന് പറയുമ്പോൾ ഏകദേശം 1 lakh മേളിൽ പെർ ഇയർ പെർ മന്ത് സാലറി കിട്ടുന്നതെന്ന് വെച്ചെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. സോ ഇത്രയും നല്ലൊരു ക്യാമ്പസിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വി സാറിനെ താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. നിങ്ങൾക്ക് അലയൻസിനെ കുറിച്ച് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും ഉണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് JPA Jufly. താങ്ക് യു വെരി മച്ച്.